ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, हमारे स्वर्गीय पिता, മനോഹരമായ ഒരു ഞായറാഴ്ച കൂടി ഞങ്ങൾക്ക് ദാനം തന്നതിനാൽ സ്തോത്രം. और एक रविवार आपने हमको दान में दिया, इसके लिए धन्यवाद प्रभु। നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. आपके आवाज को आपने हमें सुनाया, इसके लिए धन्यवाद। നിന്റെ മഹത്വത്തെ തൊടാൻ ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. आपके महिमा को छूने के लिए दिया हुआ सौभाग्य के लिए धन्यवाद। അവസാനത്തെ ചില മിനിറ്റുകൾ ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുന്നു. इस अंतिम क्षणों में हम आपके उपस्थिति में मौजूद है प्रभु। ഈ ജനത്തെ നീ ഒന്നുകൂടെ സ്പർശിക്കണം. इन बच्चों को आप फिर से छूना प्रभु, ഒന്നുകൂടെ നീ അവരെ പുതുക്കണം. और फिर से आप उनको नयापन लाना प्रभु। അവരുടെ കണ്ണു തുറക്കണം. उनकी आंखों को खोलना। അവർ ഇതുവരെ കണ്ടതല്ല കാണണ്ടേ. उन्होंने जो अभी तक देखा उसी को नहीं देखते रहे। അങ്ങ് എന്താഗ്രഹിച്ചോ അതവർ കാണട്ടെ. आपने जो इच्छा की वो देख पाए। ഇവരുടെ കാതു തുറക്കണം. उनके कान खुल जाए, അങ്ങയുടെ ഇഷ്ടം അവർ കേൾക്കട്ടെ. आपके हृदय को वो जान ले, അതിനായി അവരെ നിയോഗിച്ചാട്ടെ. और उसके लिए आप उनको नियुक्त करना प्रभु। അപ്പൊ ഈ പട്ടണത്തിൽ पिता, इस नगर में വ്യത്യസ്തതയിൽ ചലിക്കുന്ന ഒരു കൂട്ടമാക്കി ഞങ്ങളെ മാറ്റിക്കാട്ടെ. अलगपन में कार्य करने वाला एक झुंड बनाकर हमको बनाना प्रभु। ലോകത്തിന്റെ ഇഷ്ടത്തിനല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് ചുവട് വെക്കുന്ന ഒരു ഗ്രൂപ്പാക്കി ഞങ്ങളെ മാറ്റിക്കാട്ടെ. दुनिया की इच्छों के लिए कदम रखने वाले नहीं, पर परमेश्वर की इच्छा के लिए कदम आगे बढ़ाने वाला एक झुंड हमको बनाना। ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഞങ്ങൾ ദൈവ ഇഷ്ടത്തിൽ, ऑफिस में रहे, हम घर में रहे तो भी हम परमेश्वर की इच्छा के अंदर, ഞങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് ഓഫീസുകൾ ദൈവ ഇഷ്ടത്തിലേക്ക് തിരിയട്ടെ. और हम काम के जगह पर मौजूद है इसलिए ऑफिस परमेश्वर की इच्छा की ओर मुड़ जाए। ലോകപ്രകാരം ഉള്ളവന്റെ ഓഫീസായിരിക്കാം, പക്ഷേ ഞങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് അത് ദൈവ ഇഷ്ടത്തിലേക്ക് തിരിയണം. वो इस दुनिया वाले का ऑफिस होगा पर हम वहां हैं, इसलिए वो पूरा परमेश्वर की इच्छा की ओर मुड़ जाए। പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന കൂട്ടമാക്കി ഞങ്ങളെ മാറ്റിക്കാട്ടെ. पवित्र आत्मा के नियंत्रण में कार्य करने वाला एक झुंड हमको बना दे। മഹത്വമേക്ക് महिमा आपको യേശുവിൻ നാമത്തിൽ यीशु मसीह के नाम में पूछते हैं, ആമേൻ. आमेन आमेन आमेन। കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. प्रभु यीशु मसीह के नाम में सभी को प्रेम भरा वंदन। അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദം നമ്മൾ കേട്ടു. बहुत ही आशीषित परमेश्वर का वाणी हमने सुन लिया है। വേദപുസ്തകത്തിന്റെ മുഴുവൻ തത്വവും കൂടെ ഒറ്റ വാക്യത്തിൽ അടങ്ങിയാൽ ആ വാക്യമാണ് നമ്മൾ വായിച്ചത്. और परमेश्वर के वचन के पूरे सच्चाइयों को अगर एक शब्द में अगर संक्षेप करना है तो उस एक वचन में हम कर सकते हैं। അതിക്രമങ്ങളെ और विधियों का वह लेख जो हमारे नाम पर था और हमारे विरोध में था, मिटा डाला। എന്നത്തെ ഒരു വാക്ക് മാത്രം ഒന്ന് തൊട്ടിട്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. उसमें का एक शब्द मैं छूना चाहता हूं और फिर आज समाप्त करना चाहता हूं। അതിനകത്ത് മെയിൻ ഭാഗങ്ങൾ പ്രവാചകി നമ്മുടെ നടുവിൽ തൊട്ടു. उसमें के मुख्य चीजों को भविष्यवक्ता ने हमारे लिए छुआ। മറ്റൊരു മെസ്സേജിലേക്ക് കയറണ്ടെന്ന് ഞാൻ ആത്മാവിൽ ശരണപ്പെടുക. और मैं पवित्र आत्मा के अधीन में रहता हूं और दूसरे कोई संदेश में अभी प्रवेश नहीं करना चाहता। പരിശുദ്ധാത്മാവിന്റെ ഒന്ന് രണ്ട് തലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാനായിരുന്നു ഞാൻ ഇന്ന് ആഗ്രഹിച്ചത്. पवित्र आत्मा के कुछ अनेक स्तरों के बारे में मैं आपसे आज बांटना चाहता था। കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത സൺഡേ പറയാം. और परमेश्वर के आगमन में देरी हो तो अगले रविवार जरूर बांटूंगा। നിങ്ങൾ അതിന്റെ അവസാന ഭാഗം മലയാളത്തിലെ ഞാൻ വായിക്കാം. और उसके अंत भाग को मैं पढ़ूंगा आपके लिए मलयालम में। കൈയെഴുത്ത് മായിച്ചിട്ട് ക്രൂശി തറച്ചെന്ന, जो है विधियों को मिटा दिया और फिर क्रूस पर जकड़ा दिया। കൈയെഴുത്ത് ക്രൂശി തറച്ചെന്നല്ല, കൈയെഴുത്ത് മായിച്ചു. लिखा खाली पेपराണ് ക്രൂശി തറച്ചത്. लेख को क्रूस पर जकड़ा नहीं, पर उस सारे लिखाव को मिटा दिया और खाली पेपर को क्रूस पर किला पर लगा दिया। എന്ന് പറഞ്ഞാൽ ഇനിയും പിശാചിന് എഴുതാൻ ഒരു പേപ്പർ ഇല്ല. उसका अर्थ शैतान को आकर लिखने के लिए एक पेपर बाकी नहीं है।
കാൽവറി വെളിപ്പെട്ടപ്പോൾ എഴുതാനുള്ള സ്പേസ് ഇല്ലാതായി. जब कलवरी प्रकट हो गया, उसको लिखने का स्थान खत्म हो गया. ഹലോ, റേഡിയോ. क्या आप समझ पाए? യേശു കർത്താവിന്റെ കൽവറി പിശാചിന് എഴുതാനുള്ള എല്ലാ സ്പേസും ഇല്ലാതായ സ്ഥലമാണ്. और यीशु मसीह का कलवरी वो स्थान है जहां पर शैतान को लिखने का सारा स्थान समाप्त हो गया. നിന്നെ അങ്ങനെ കാൽവറി കൊണ്ട് കയറി യേശു. और यीशु आपको उस तरीके से क्रूस पर ले चला था. നിങ്ങൾ ശ്രദ്ധിക്കണം, आप ध्यान देना, മനുഷ്യനെ ഈ ഭൂമിയിലോട്ട് ദൈവം സൃഷ്ടിച്ചപ്പോ जब परमेश्वर ने मनुष्य का सृष्टि इस धरती पर किया, ദൈവം എഴുതിയത് ഇങ്ങനെ, परमेश्वर ने ऐसे लिखा, എന്റെ സ്വരൂപം എന്റെ സാദൃശ്യം. मेरे स्वरूप और मेरे रूप में हम लिख ले, समानता में बना ले. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഇങ്ങോട്ട് പടച്ചുവിട്ട മനുഷ്യന് और परमेश्वर के स्वरूप और उसके समानता में जिस मनुष्य का सृष्टि यहां किया, ചതിയൻ കേറി വന്നിട്ട് അതിനകത്ത് വേണ്ടാത്തൊക്കെ എഴുതി. और धोखा देने वाला आया और जो नहीं चाहिए वो सब कुछ लिख कर गया. കർത്താവ് സൃഷ്ടിച്ച അനുഗ്രഹിച്ചതാണ്. परमेश्वर ने सृष्टि किया और उसको आशीषित किया था. അങ്ങനെയല്ലേ ബൈബിളിൽ? वचन वैसे ही कहता है. यस, അനുഗ്രഹിച്ചു, उसे आशीषित किया, പെരുകാൻ പറഞ്ഞു, उसको कहा कि तुम बढ़ो, അധികാരം കൊടുത്തു, अधिकार दिया, മഹത്വം കൊടുത്തു, महिमा दिया, സ്വർഗത്തിലേതെല്ലാം എടുത്ത് കൈ കൊടുത്തു. स्वर्ग का सब कुछ उठाकर उसके हाथों में दे दिया. എന്നാൽ കടന്നു കയറി, ചതിച്ചിട്ട് കടന്നു കയറി അതിനകത്തെല്ലാം ലോകത്തിലെ എന്തെല്ലാം പറ്റുമോ അതെല്ലാം എഴുതി ചേർത്തു പിശാച്. पर धोखे के द्वारा घुसपैठ किया और दुनिया का जो भी कुछ वो लिख सकता है शैतान ने वो लिख दिया. അവിടാണ് നീ ശപിക്കപ്പെട്ടവനായത്, और वह उस स्थान पर आप श्रापित बन गए, അവിടാണ് നീ അനുസരണം കെട്ടവനായത്, उस स्थान पर आप अनाज्ञाकारी बन അവിടാണ് गए, നീ പാപിയായത്, उस स्थान में आप पापी बन गए, അവിടാണ് പിശാചിന്റെ മോനായത്. उस स्थान में आप शैतान का बेटा बन गए. ഇതെല്ലാം ഈ ദൈവം എഴുതിയതല്ല, ये सारी लिखाव परमेश्वर ने ഇത് नहीं लिखा, മുഴുവൻ പിശാച് എഴുതിയതാ. ये सब शैतान ने लिखा था. ഞാൻ പറഞ്ഞ പിടികിട്ടുന്നുണ്ട്. क्या आप समझ पा रहे हो? അതാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും വായിക്കുന്നത്. और ये दुनिया के लोग उन सारे लिखाव को वो पढ़ते हैं. നിന്റെ അപ്പനാണെങ്കിലും നിന്റെ അമ്മയാണെങ്കിലും അതാ വായിക്കുന്നത്. आपके पिता या आपकी माँ उस लिखाव को पढ़ते हैं. ദൈവം എഴുതിയത് അവര് വായിക്കണമെങ്കിൽ അവര് ദൈവത്തിന്റെ മക്കളാണ്. आमीन. परमेश्वर ने जो लिखा है अगर वो उन्हें पढ़ना है तो वो परमेश्वर के संतान बनना है. എന്റെ മേൽ ദൈവം എഴുതിയത് എന്റെ അപ്പന് വായിക്കണമെങ്കിൽ എന്റെ അപ്പൻ ദൈവത്തെ അറിയണം. और मेरे लिए परमेश्वर ने जो लिखा है अगर मेरे पिता को वो जानना है तो मेरे पिता परमेश्वर को जानकर उसका बेटा बनना है. നിന്റെ കമ്പനിയിൽ ഇരിക്കുന്നവന് ദൈവം എഴുതി എങ്ങനെ വായിക്കാൻ പറ്റും? आपके कंपनी में जो बेटा है वो परमेश्वर ने लिखा उस लिखाव को कैसे पढ़ सकता है? പറ്റുമോ? क्या वो पढ़ सकता है? नहीं. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച്, आप सोचिए, ഈ ലോകം പറയുന്നതും മനുഷ്യൻ പറഞ്ഞതും എല്ലാം കള്ളമല്ലേ? इस दुनिया ने जो कहा, जो मनुष्य ने जो कहा वो सब झूठा था ना. അതിന്റെ കാരണം എന്താ? उसका कारण क्या है? എഴുതിയത് കള്ളനാ. जिसने लिखा वो खुद ही चोर था. സത്യ ലെവലേശം ഇല്ലാത്തവൻ എഴുതിയാൽ അതിന്റെ പേര് കള്ളമെന്ന് പറയും. वो व्यक्ति जिसके अंदर बिल्कुल सच्चाई नहीं उसने जो लिखा उसे झूठा कहते हैं. അവൻ കള്ളനും കള്ളന്റെ അപ്പനുമാണെന്നാ ബൈബിള് പറയുന്നത്. वचन कहता है वो झूठा है और झूठों का बाप है. മനസ്സിലാകുന്നുണ്ടോ? അതാ ലോകം വായിക്കുന്നത്. दुनिया उस लिखाव को पढ़ती है. അപ്പൊ ലോകം വായിച്ചത് സത്യമോ കള്ളവോ? तो दुनिया ने जो കള്ളൻ എഴുതിയ സത്യമല്ല, കള്ളൻ എഴുതിയ കള്ളവാ വായിച്ചത്. दुनिया ने जो पढ़ा वो इस झूठे ने लिखा, उस झूठेपन को उन्होंने पढ़ा, सच्चाई को കള്ളൻ नहीं. ഒരിക്കലും സത്യം എഴുതാൻ പറ്റത്തില്ല. ये झूठा कभी भी सच्चाई को കാരണം नहीं लिख ബൈബിള് सकता. പറഞ്ഞു അവനിൽ സത്യം ഇല്ല. क्योंकि वचन कहता है उसके अंदर सच्चाई बिल्कुल नहीं है. സാത്താനെ കുറിച്ച് പറഞ്ഞ അവനിൽ സത്യം ലെവലേശ ഇല്ല. वचन कहता है कि शैतान के अंदर बिल्कुल सच्चाई नहीं है. तुम यूहन्ना का सुसमाचार 8वां अध्याय उसका 44 आयत,
तुम अपने पिता शैतान से हो और अपने पिता की लालसाओं को पूरा करना चाहते हो। वह तो आरंभ से हत्यारा है और सत्य पर स्थिर न रहा, क्योंकि सत्य उसमें है ही नहीं। അത് മതി സത്യം അവനിലില്ല. सत्य उसमें है ही नहीं। അവനെങ്ങനെ ഇപ്പൊ നിന്റെ മേലെ സത്യം എഴുതാൻ പറ്റൂ? तो वो सच्चाई को आपके ऊपर कैसे लिख सकता है? സത്യം ഒട്ടും ഇല്ലാത്തവൻ എങ്ങനെ സത്യം എഴുതും? जिसके अंदर बिल्कुल सच्चाई नहीं, वो कैसे सच्ची बातों को लिखेगा? പക്ഷെ നമ്മുടെ ദൈവം സത്യമാണ്. पर हमारा परमेश्वर सत्य है അവന് കള്ളം എഴുതാൻ പറ്റത്തില്ല. और वो कभी झूठ को नहीं लिख सकता। എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग समझ पा रहे അപ്പൊ हैं? നീ ജനിക്കുന്നതിന് മുമ്പ് നിന്റെ മേലെ എഴുതിയതിന്റെ പേരാ സത്യം. तो आपके जन्म से पहले जो लिखा गया आपके ऊपर, उसे सच्चाई എഴുതിയ कहते हैं। സത്യമാ നീ ജനിച്ചു പുറത്തോട്ട് വന്ന്. और आप जो सच्चाई आप पर लिखी गई थी, वो നിന്റെ आपके ജനനം जन्म से കള്ളമല്ല. आपका जन्म झूठा नहीं है। സത്യത്തിന്റെ പ്രൊഡക്റ്റ് ആണ് നീ. आप सच्चाई के प्रोडक्ट हो। ദൈവത്തിന് എഴുതിയ സത്യത്തിന്റെ പ്രൊഡക്റ്റ് ആണ് നീ. परमेश्वर ने जिस सत्य का प्रोडक्ट नतीजा लिखा, वो आप हो। അതിന്റെ മേലെ എഴുതിയ ഓവർ റൈറ്റിംഗ് ആണ് കള്ളം. उसके ऊपर जो लिखाव लिखा गया, वो है झूठा। പിടികിട്ടുന്നുണ്ടോ? आमीन। ആദാമിൽ എഴുതിയത് സത്യം. आदम में सत्य लिखा गया, വഞ്ചകൻ ചതിയൻ जो धोखा देने वाला था, കേറി വന്ന് എഴുതിയത് അസത്യം. वो घुसपीट किया, चढ़कर आकर उसने झूठेपन को लिख दिया। ആമേൻ. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, वैसा है तो मेरा सवाल ये है, കഴിവില്ലെന്ന് നിന്നെ കുറിച്ച് പറയുന്നത് ദൈവമോ സത്യമോ കള്ളമോ? आपको देखकर आप में काबिलियत नहीं, ये बात क्या सच्चाई है क्या झूठा है? തമ്പുരാന്റെ കയ്യിൽ കഴിവില്ലാത്ത പ്രോഡക്റ്റ് ഇല്ല. परमेश्वर के हाथ में काबिलियत नहीं, ऐसा कोई भी प्रोडक्ट नहीं है। മനസ്സിലാകുന്നുണ്ടോ? ഓടാൻ നിനക്ക് കഴിവില്ലാത്തതുകൊണ്ട് കഴിവില്ലാത്തവനല്ല നീ. आप दौड़ नहीं सकते, उसका मतलब ये नहीं कि आप में कोई काबिलियत नहीं है। ഉസൈൻ ബോൾട്ട് ആകാനുള്ള കഴിവ് നിനക്കില്ല. आपको हुसैन बोल्ट बनने की काबिलियत नहीं होगी, പക്ഷെ പ്രവചിക്കാനുള്ള കഴിവുണ്ട്. पर नबूवत करने की काबिलियत आप में है। ഉസൈൻ ബോൾട്ടിന് ഓടാൻ കഴിവുണ്ട്, പ്രവചിക്കാൻ കഴിവില്ല. हुसैन बोल्ट को दौड़ने की काबिलियत है, नबूवत करने की काबिलियत नहीं। പക്ഷെ നിനക്ക് ഓടാൻ കഴിവില്ല, പക്ഷെ പ്രവചിക്കാൻ കഴിവുണ്ട്. पर आपको दौड़ने की काबिलियत नहीं, पर आपको नबूवत करने की काबिलियत है। आमीन। പിശാച് പറഞ്ഞ കള്ളത്തിനുള്ള കഴിവ് നിനക്കില്ല. शैतान ने कही झूठी बात की काबिलियत आप में नहीं है। ആമേൻ ആമേൻ. यस। മൈക്കിൾ ജാക്സന്റെ കഴിവില്ല, പിശാച് അതാ പറഞ്ഞു. माइकल जैक्सन का काबिलियत नहीं है, शैतान ने वही कहा, അത് കള്ളവാ. वो झूठा है। മൈക്കിൾ ജാക്സന്റെ കഴിവിന് മേളിൽ ഒരു കഴിവുണ്ട്. माइकल जैक्सन की काबिलियत के ऊपर एक काबिलियत है। പ്രവചിക്കാൻ മൈക്കിൾ ജാക്സന് കഴിയത്തില്ല. माइकल जैक्सन नबूवत नहीं कर सकता। കാരണം എന്താണെന്നറിയോ? कारण क्या है पता? സ്വർഗവുമായിട്ട് അവന് ബന്ധമില്ല. उसको स्वर्ग के साथ कोई ഞാൻ रिश्ता नहीं। സ്വർഗമായിട്ട് ബന്ധമുള്ളവന്. मुझको स्वर्ग के साथ रिश्ता है। സ്വർഗത്തിലെ പ്രോഡക്റ്റ് എന്നിലുണ്ട്. तो स्वर्ग का प्रोडक्ट मेरे पास है। മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, तो आपको ये सोचना है, ലോകം പറയുന്ന കഴിവ് നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. दुनिया जिस काबिलियत के बारे में कहती है आपके अंदर वो है या नहीं, ये विषय നിങ്ങൾ नहीं। പിശാചിനെ ശ്രദ്ധിക്കുക. अब शैतान पर ध्यान दीजिए। മറ്റൊരാളെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യാൻ പഠിപ്പിക്കും. वो दूसरे व्यक्ति के सामने आपको रखकर वो आपको तुलना करता है। നമ്മുടെ ഒരു നേച്ചർ പറയും, हमारा एक स्वभाव के बारे में कहता हूं, നമ്മളെക്കാൾ സാഹചര്യങ്ങൾ ചെറിയവരെ നമ്മൾ നോക്കത്തില്ല. हमारी परिस्थिति से नीचे जो है उनको हम ध्यान नहीं देते, നമ്മളെക്കാൾ ഹയർ ലെവലുള്ളവരെ पर हमसे थोड़े ऊंचे स्तर में जो रहते हैं उन पर हम ध्यान देते हैं। അല്ലേ? നോക്കിയിട്ട് നമ്മള് ടെൻഷൻ അടിക്കും. और उनको देखकर हम अपने आप में चिंतित होते हैं। ഇത് പിശാചിന്റെ ഒരു തന്ത്രം. ये शैतान का एक तंत्र है।
ദൈവം അങ്ങനല്ല പറഞ്ഞു. पर परमेश्वर ऐसे नहीं कहता. നാശകരമായ കുഴിയിൽ നിന്നും കുഞ്ഞു ചേറ്റിൽ നിന്നും ഞാൻ നിന്നെ കയറ്റി. परमेश्वर कहता है उस नाश के दलदल से और उस कीचड़ से मैंने तुझे उठा लिया है. ഞാൻ നിന്നെ ഒരു പാറമേൽ നിർത്തി. मैंने तुझे एक चट्टान पर खड़ा किया. അതിന്റെ അർത്ഥം उसका अर्थ നിന്റെ കുഴി നീ മറക്കല്ലേ, तुम आए उस दलदल को भूलना നീ नहीं. കടന്നട മറക്കല്ലേ. तुम जहां पर थे उस स्थान को नहीं भूलना. നിങ്ങൾ നോക്കിക്കേ, आप ध्यान देना, പഴയ നിയമത്തിൽ അബ്രഹാമിനെ സമ്പന്നനാക്കി पुराने करार में अब्राहम को संपत्ति दी. അല്ലേ? यस, നമുക്ക് ആർക്കും അളക്കാൻ പറ്റാത്ത സമ്പത്തിന്റെ ഉടമയാണ്. वो इतना धनवान है जिसके बारे में हम कभी सोच नहीं सकते. പുതിയ നിയമത്തിൽ അബ്രഹാമിനെ പോലെ ആക്കി ഒരാളുടെ പേര് പറ. नए करार में इब्राहिम के जैसे बनाया ऐसे एक व्यक्ति का नाम मुझे बताओ. ആരുമില്ല. ऐसा कोई नहीं है. എന്നാൽ അബ്രഹാമിനെ പോലെ സമ്പന്നനായിരുന്ന ഒരു പുള്ളി ഒന്നും ഇല്ലാത്തവനായി. पर इब्राहिम के जैसा धनवान था पर वो व्यक्ति कुछ भी नहीं है वैसे स्थान पर अपने आप को लाया. അവന്റെ പേര് പൗലോസ്. और उसका नाम पौलोस है. പക്ഷെ പൗലോസ് പറഞ്ഞു ഞാൻ സമ്പന്നനാണ്. पर पौलोस कहता है मैं संपन्न हूं. അപ്പൊ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ എത്തിയപ്പോ സമ്പത്തിന്റെ കാഴ്ചപ്പാട് മാറിയാണ്. तो पुराने करार से नए करार में आए तो संपत्ति का दृष्टिकोण बदल गया. എന്താ പ്രത്യേകത എന്നറിയോ? खासियत क्या है पता है? അബ്രഹാം ഒരിക്കലും സ്വർഗത്തിൽ കയറി പോയിട്ടില്ല. इब्राहिम कभी भी स्वर्गीय स्तरों पर नहीं गया है. സ്വർഗം അബ്രഹാമിന്റെ അടുക്ക വന്നിട്ടേ ഉള്ളൂ. स्वर्ग इब्राहिम के पास आया है. പോളിന് അങ്ങനല്ല. पर पौलोस के लिए ऐसे नहीं അവൻ है. സ്വർഗത്തിൽ കയറി പോകും. वो स्वर्ग में जाता है. അബ്രഹാമിന്റെ ലൈഫിൽ മരിക്കുന്നിടം വരെ സ്വർഗം വിശ്വാസത്തിൽ കിടക്കുക. इब्राहिम के जिंदगी में मरने तक स्वर्ग उसके विश्वास में सीमित है. പക്ഷെ പോളിന്റെ ലൈഫിൽ അത് റിയാലിറ്റി കിടക്കുക. पर पौलोस के जिंदगी में स्वर्ग एक वास्तविकता. അവന് വിശ്വാസത്തിലല്ല, उसके लिए वो सिर्फ विश्वास में नहीं, റിയാലിറ്റി സ്വർഗ. वो उसका वास्तविकता ही स्वर्ग है. അതുകൊണ്ട് അവൻ എഴുതിയത് इसलिए पौलोस ने लिखा അവൻ എന്നെ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നു. उसने मुझे स्वर्गीय स्तरों पर बिठा दिया है. അപ്പൊ അബ്രഹാമിന്റെ കാലത്തും പിശാച് അവനെ എന്തുകൊടുത്തോണ്ട് ചതിച്ചോണ്ടിരിക്കുക. तो इब्राहिम के जमाने में भी शैतान उसे धोखा दे रहा है. യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം നടക്കുന്നിടം വരെ മാനവ കുലത്തെ അവൻ കള്ളം പറഞ്ഞ് ഒതുക്കിക്കൊണ്ടിരിക്കുക. यीशु मसीह के कलवरी के समय तक शैतान मनुष्य को, मानव जाति को झूठ दे देकर उनको धोखा दे रहा था. നമ്മള് ബൈബിളിൽ വായിക്കുന്ന എന്താ? हम वचन में क्या पढ़ते हैं? ന്യായപ്രമാണം ദൈവം കൊടുത്തത് അവർ ജീവിക്കേണ്ടത്. वचन कहता है परमेश्वर ने न्याय व्यवस्था इसलिए दिया ताकि वो जीवन में जी पाए. എന്നാൽ മനുഷ്യൻ ന്യായപ്രമാണം കൈ കെട്ടിയപ്പോ എന്താ ചെയ്തു? पर मनुष्य ने न्याय व्यवस्था को हाथ में लेने के बाद उन्होंने क्या किया? എന്താ ചെയ്തു? उन्होंने क्या किया? പാപം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. उन्होंने ये सीख लिया कि पाप कैसे करना है. അതിനെ റോമറിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്, रोमियो के पत्री में ऐसे लिखा गया है. മോഹിക്കരുത് എന്നൊരു പ്രമാണം എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ മോഹം എന്താന്ന് പഠിച്ചു. मोह नहीं करना ऐसा एक न्याय व्यवस्था मुझसे कहा गया, इसलिए मोह करने के बारे में मैंने सीख लिया. മോഹിക്കരുതെന്ന് ദൈവം പറഞ്ഞത് ജീവൻ വരാനാ. मोह नहीं करना ये व्यवस्था परमेश्वर ने उनको जीवन प्राप्त करने के लिए दी थी. 7-ാം അധ്യായം 7वें अध्याय में ന്യായപ്രമാണത്തെ കുറിച്ച് न्याय व्यवस्था के बारे में कहा गया है. 7वां आयत, तो हम क्या कहे, क्या व्यवस्था पाप है? कदापि नहीं, वरना बिना व्यवस्था के मैं पाप को नहीं पहचानता. व्यवस्था यदि न कहती कि लालच मत कर तो मैं लालच को न जानता. അവിടെ നോക്കിക്കുക. അതിനടുത്ത ഒരു വാക്ക്
ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. मैं न्याय व्यवस्था के अलावा कदापि पाप को कभी जानता ही नहीं. അപ്പൊ ന്യായപ്രമാണം എന്തിനാ തന്നെ? न्याय व्यवस्था क्यों दिया गया था? നീ ചെയ്യുന്ന പാപം പാപമാണെന്നറിയാൻ. आप जो पाप कर रहे हो उसे पाप के रूप में जान നീ लेने പാപം के लिए. ചെയ്യുന്നുണ്ട്, आप पाप कर रहे हो പക്ഷെ നിനക്കത് അറിയത്തില്ല. पर आप उसे पहचान ആ नहीं पा रहे. പാപം എന്താണെന്നറിയാൻ ന്യായപ്രമാണം തന്നു. वो पाप क्या है पहचानने के लिए न्याय व्यवस्था दी. എന്നിട്ട് ആ ന്യായപ്രമാണ പ്രകാരം പാപത്തിൽ നിന്ന് നീ പുറത്തു വന്ന് ജീവനിൽ ജീവിക്കണം. और न्याय व्यवस्था के आधार पर आप उस पाप में से बाहर आए और जीवन में आप जी पाए. ഈ ന്യായപ്രമാണം തന്നിടത്ത് പിശാച് കാണിച്ച പരിപാടി എന്താ? और इस न्याय व्यवस्था दी गई उस स्थान पर शैतान ने क्या അവൻ किया? അതിനെയെല്ലാം തിരുത്തി ചിന്തിക്കാൻ തുടങ്ങി നിന്നെ കൊണ്ട്. उसने आपके मन के अंदर उसका उल्टा सोच आपके अंदर बढ़ा दिया. നീ പാപം എന്തെന്നാണ് അത് അറിയണമെങ്കിൽ ഈ ന്യായപ്രമാണത്തെ വെച്ചിട്ട് പിശാച് പാപം എങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞു തരാം. पाप क्या है ये जानने के स्थान पर शैतान ने व्यवस्था को रखकर तुम कैसे पाप कर पाओ इसकी जानकारी उसने आपको दी. ന്യായപ്രമാണം എന്തിനാ ദൈവം തന്നെ? परमेश्वर ने न्याय व्यवस्था क्यों दिया? ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപമാണെന്നറിയാം. तुम जो कर रहे हो वो पाप है पहचानने के लिए. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ പടി കിട്ടിയോ? क्या आप समझ पा रहे हो? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപമാണെന്ന് അറിയാനാണ് ന്യായപ്രമാണം തന്നത്. हम जो कर रहे हैं वो पाप है पहचानने के लिए न्याय व्यवस्था दी गई थी. പക്ഷെ പിശാച് എന്താ ചെയ്തേ? और शैतान ने क्या किया? എങ്ങനെ പാപം ചെയ്യണമെന്ന് ആ ന്യായപ്രമാണം വെച്ച് പഠിപ്പിച്ചു. उसने उस न्याय व्यवस्था के आधार पर यह समझा दिया कि पाप कैसे कर सकते हैं. അതുകൊണ്ടാണ് പറഞ്ഞത് इसलिए कहा गया ന്യായപ്രമാണ പ്രകാരം ആരും അല്ല നീതിമാന്മാരല്ല. न्याय व्यवस्था के आधार पर कोई भी धर्मी नहीं ठहराया गया. പക്ഷെ ന്യായപ്രമാണം എന്തിനായിരുന്നു? पर न्याय व्यवस्था किस लिए था? നീതിമാനാകാൻ. धर्मी बनने के लिए ही था. അതെങ്ങനെ തിരിഞ്ഞുപോയി? वो योजना कैसे मुड़ गई? ദൈവം തന്ന പ്രമാണം എന്തിനായിരുന്നു? परमेश्वर ने जो व्यवस्था दी वो किस लिए थी? പറ. धर्मी बनने के लिए. നീതിമാനാകാൻ. धर्मी बनने के लिए था. പക്ഷെ നമ്മൾ ആ പ്രമാണം വെച്ചിട്ട് എങ്ങനെ പാപിയായി? पर हम उस व्यवस्था के आधार पर कैसे पापी बन गए? ഞാൻ പറഞ്ഞ പിടികിട്ടിയോ ഈ ആശയം? क्या आप इस सोच को आप समझ ഒന്നുകൂടെ पाए? പറയുക. और एक बार कहता हूं ന്യായപ്രമാണം കർത്താവ് തന്നത് പാപം ചെയ്യാനോ അതോ പാപം എന്തെന്നറിഞ്ഞ് അതിനകത്ത് നിന്ന് പുറത്തു വരാനോ? न्याय व्यवस्था जो परमेश्वर ने दिया क्या वो पाप करने के लिए था या अपने पाप को पहचान कर उसमें से बाहर आने के लिए था? पाप को पहचान कर बाहर आने के लिए. പാപം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് പുറത്തു വരാൻ. यस. പാപത്തിൽ നിന്ന് പുറത്തു വന്ന അവനാരാ? अगर वो पाप से बाहर आए तो वो व्यक्ति कौन है? धर्मी. പക്ഷെ നമ്മൾ ന്യായപ്രമാണം വെച്ചിട്ട് എന്ത് ചെയ്തു? पर हमने न्याय व्यवस्था को रखकर क्या किया? പാപം ചെയ്തു. हमने पाप को किया. നീതിമാൻ ഉണ്ടാകേണ്ടടുത്ത് എന്തോ ഉണ്ടായി? धर्मी को बनने का जगह पर हम क्या बन गए? पापी. പാപി ഉണ്ടായി. हम पापी बन गए. ഇപ്പൊ ദൈവം അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയോ? परमेश्वर ने क्या ऐसा एक कभी साधन बनाया? ഉണ്ടാക്കിയോ? नहीं. ന്യായപ്രമാണം എന്ന് പറയുന്ന പാപം ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയോ? न्याय व्यवस्था में से पाप भी ऐसा एक प्रोडक्ट क्या प्रभु ने कभी बनाया? नहीं. പിന്നെ ആ പ്രൊഡക്റ്റ് ആരാ ഉണ്ടാക്കിയത്? तो उस प्रोडक्ट का निर्माण किसने സെയിം किया? ന്യായപ്രമാണം വെച്ചോണ്ട് उसी न्याय व्यवस्था को रखकर അതിനെ റീറൈറ്റ് ചെയ്തു പിശാച്. शैतान ने उसको फिर से अपने तरीके में लिख दिया നമ്മളെ പാപികളാക്കിക്കൊണ്ടേയിരുന്നു. और वो हमको पापी बनाते ही गया. അതാ ഒന്ന് യേശു തിരുത്തിയത്. ओ यीशु ने उस लिखाव को मिटा दिया. പിശാച് എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ शैतान ने क्या किया അപ്പൊ मैं നിങ്ങൾക്ക് അത് बताता हूं, പിടികിട്ടും. तो आप समझ पाएंगे. ന്യായപ്രമാണം അനുസരിച്ചിട്ട് ദൈവം പറയുന്നത് കൊല ചെയ്യരുത്. न्याय व्यवस्था के आधार पर परमेश्वर कहता है हत्या नहीं करना. यस. ഇപ്പൊ ന്യായപ്രമാണം കേട്ട ഒരാൾ എന്താ പറയുന്നത്? കൊല ചെയ്യാൻ പാടില്ല. तो न्याय व्यवस्था सुना हुआ व्यक्ति कहता है कि हत्या नहीं करना चाहिए. പിശാച് വന്നിട്ട് എന്ത് പറഞ്ഞു? शैतान ने आकर क्या कहा? കൊല ചെയ്യാൻ നമ്മളോട് പറഞ്ഞില്ല. हत्या करने के लिए नहीं कहा उसने. ഞാൻ എന്നോട് പറഞ്ഞു ഓൾവിനോട് കോപിക്ക്. उसने कहा तू ओल्विन से क्रोधित हो जा.
അവനോട് ദേഷ്യപ്പെടാം, ऑल्विन के खिलाफ तू गुस्सा हो जा, കോപം മൂക്കട്ടെ. तेरा क्रोध बढ़ने दे। അതിന്റെ എൻഡിൽ എന്ത് ചെയ്തു? उसके अंत में क्या किया? കൊന്നു ഞാൻ. मैंने उसका हत्या कर दिया। അപ്പൊ ന്യായപ്രമാണം അപ്പോഴാ തെറ്റി. तो न्याय व्यवस्था का उल्लंघन उस स्थान में പക്ഷെ हुआ, പിശാച് എവിടാ തുടങ്ങിയത്? पर शैतान ने उसका शुरुआत कहाँ कराया? കോപത്തിൽ തുടങ്ങി. और क्रोध में उसका शुरुआत करवाया, അവിടാ തിരുത്തി എഴുതിയവൻ. और उसने उस स्थान में उसको अपने तरीके से मुड़ा दिया। ഈ ലോയെ അവൻ അവിടെ തിരുത്തി. इस न्याय व्यवस्था को उसने इस स्थान पर मुड़ा दिया। ന്യായപ്രമാണം തന്നപ്പോഴേ എന്നോട് എന്താ ദൈവം പറഞ്ഞു? जब न्याय व्यवस्था दिया तो परमेश्वर ने നീ मुझसे क्या കൊല कहा? ചെയ്യരുത്. तू हत्या नहीं കൊല करना। ചെയ്യാതിരിക്കണമെങ്കിൽ अगर तुझे हत्या नहीं करना है, കോപിക്കരുത്. तू क्रोधित नहीं होना। കോപിക്കാതിരിക്കണമെങ്കിൽ तुझे अगर क्रोधित नहीं होना, ദേഷ്യപ്പെടരുത്. तू गुस्सा नहीं करना। അതിനെന്ത് ചെയ്യണം? उसके लिए तुझे क्या നീ करना? സ്നേഹിക്കണം. तू प्यार करना। യേശു അല്ലല്ലോ സ്നേഹം എന്ന് പറഞ്ഞു, यीशु ദൈവ ने സ്നേഹം. यीशु ने नहीं, पर परमेश्वर प्रेम है, ऐसे कहा। യേശു വന്നപ്പോഴല്ലോ സ്നേഹം അറിയാൻ തുടങ്ങി. जब यीशु आया तभी नहीं प्रेम के बारे में जानने लगे। ദൈവം അതുകൊണ്ടാ ചോദിച്ചത്, എന്റെ സഹോദരൻ എവിടെ? इसके लिए परमेश्वर ने उससे पूछा कि तेरा भाई कहां है? അവൻ നിന്റെ കൂടെ അല്ലായിരുന്നു. वो तेरे साथ था ना? നീ നോക്ക്, നിന്റെ അപ്പന് ഞാൻ നിന്റെ അമ്മയെ കൊടുത്തു. तू देख, तेरे पिता को मैंने तेरी माँ दी है। അവർ തമ്മിൽ ഇതുവരെ പിരിഞ്ഞില്ലല്ലോ. वो दोनों कभी भी अभी तक അവർ अलग नहीं തമ്മിൽ हुए। വഴക്കുണ്ടാക്കിയില്ലല്ലോ. उन दोनों के बीच कोई झगड़ा नहीं हुआ। കുറ്റം പറയുന്നുണ്ട് തമ്മിൽ, आपस में गलत बातें कहते हैं, അല്ലേ? यस, പക്ഷെ വഴക്കുണ്ടാക്കിയില്ലല്ലോ. पर क्या कभी झगड़ा हुआ है? നിനക്ക് ഞാൻ സഹോദരനെ തന്നു, मैंने तुझको भाई दिया, നിന്റെ സഹോദരൻ എന്ത് ചെയ്യും? तेरा भाई कहाँ? നീ കോപിച്ചു, तू क्रोधित हुआ, നീ അവനെ കൊന്നു. तूने उसका हत्या कर दी। എന്താ വ്യത്യാസം? फर्क क्या है? അവിടെ ദൈവം പറയുന്നു, वहां परमेश्वर कहता है, പാപം നിന്റെ വാതിൽക്ക് കടക്കുന്നു. पाप तेरे दरवाजे पर खटखटाता है। പാപം ആരുടെ പ്രോഡക്റ്റാ? पाप किसका परिणाम है? സാത്താന്റെ. शैतान അപ്പൊ का അതിന്റെ അർത്ഥം प्रोडक्ट। ആര് വാതിൽക്ക് കിടക്കുന്നു? उसका अर्थ कौन दरवाजे पर खड़ा है? പ്രൊഡക്റ്റ് അവിടെ കിടക്കുന്നെങ്കിൽ ഓണർ അവിടെ ഉണ്ട്. अगर वो प्रोडक्ट वहां पर है तो उसका मालिक भी वहां पर खड़ा है। അടുത്ത് പറഞ്ഞ അതിന്റെ ആഗ്രഹം നിന്നോടാ. अगला वचन कहता है, उसकी इच्छा तेरे प्रति है। പ്രൊഡക്റ്റിനല്ല ആഗ്രഹം, वो प्रोडक्ट को नहीं है तेरे प्रति അതിന്റെ इच्छा, പവറിനാണ് നിന്നോട് ആഗ്രഹം. उसके ऊपर जो सामर्थ्य है അതിന്റെ उसको तेरे ऊपर ഓണറിനാണ് इच्छा, നിന്നോട് ആഗ്രഹം. उसके मालिक को तेरे ऊपर इच्छा है। അവൻ നിന്റെ വാതിക്കലുണ്ട്, वो तेरे दरवाजे पर है അതിന്റെ ആഗ്രഹം നിന്നോടാ. और उसकी इच्छा तेरे प्रति है। നീ അതിന് എഴുതാൻ അവസരം കൊടുത്തു. तूने उसे लिखने का मौका दे दिया। കോപത്തെ കൊലപാതകമാക്കാൻ എഴുതാൻ നീ അവന് അനുവാദം കൊടുത്തു. क्रोध को हत्या में बदल देने के लिखाव की अनुमति तूने उसको दिया। ഇതാണ് പഴയ നിയമം മുതൽ ഇങ്ങോട്ട് കാൽവറി വരെ സംഭവിച്ചത്. पुराने करार से कलवरी के उस क्षण तक यही कार्य हो रहा था। നീ പുറത്തു വരാൻ ന്യായപ്രമാണം, तुझे बाहर आने के लिए न्याय व्यवस्था दी थी। ദൈവം അതാ നിനക്ക് തന്നെ. परमेश्वर ने वही ഒരു കാര്യം മനസ്സിലാക്കണം, एक बात समझिए, പുതിയ നിയമത്തിൽ നമുക്ക് ക്രിസ്തുവെങ്കിൽ പഴയ നിയമത്തിൽ അവർക്ക് പ്രമാണം. नए करार में अगर हमारे लिए मसीह है तो पुराने करार में उनके लिए न्याय व्यवस्था है। और एक बार कहता हूं, നമുക്ക് ഇന്ന് ക്രിസ്തു ആരാണ്? आज हमारे लिए मसीह कौन है? അബ്രഹാമിന് ന്യായപ്രമാണം അതാ. इब्राहिम के लिए न्याय व्यवस्था वही है। പിടികിട്ടുന്നുണ്ടോ? या ന്യായപ്രമാണത്തിന് പകരമാണ് നമുക്ക് ക്രിസ്തുവിനെ കിട്ടിയത്. न्याय व्यवस्था के बदले में हमको मसीह दिया गया। ന്യായപ്രമാണത്തിന് കഴിയാത്തത് അതുകൊണ്ടാണ് യേശു കഴിയും. जो न्याय व्यवस्था कर नहीं पाया इसलिए यीशु कर पाता है। ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ക്രിസ്തുവാണ് ന്യായപ്രമാണം. तो पुराने करार का मसीह है न्याय व्यवस्था। ഹലോ, ദൂത് മനസ്സിലാവുന്നു? क्या हम समझ पा रहे हैं? അതുകൊണ്ടാണ് പറഞ്ഞത് इसलिए कहा പുതിയ गया, നിയമത്തിൽ വന്നപ്പോ जब पुराने ന്യായപ്രമാണം करार में- ഇല്ലെന്നല്ല, हाँ, ऐसा नहीं कि न्याय व्यवस्था नहीं നമ്മള് है, ന്യായപ്രമാണത്തിന് കീഴിലല്ലെന്നല്ല. ऐसा नहीं कि हम न्याय व्यवस्था के अधीन में नहीं है। മനസ്സിലാകുന്നുണ്ടോ?
क्या हम समझ पा रहे हैं? ഇന്ന് ക്രിസ്തു ആരാണെന്ന് നീ അനുഭവിക്കുന്നു, അതുപോലെ പഴയ നിയമത്തിൽ അനുഭവിക്കാൻ കൊടുത്താണ് ന്യായപ്രമാണം. आज आप मसीह को जिस तरीके से अनुभव करते हो, पुराने करार में न्याय व्यवस्था उनको वैसे ही अनुभव के लिए दिया था. അതിനെയാണ് മനുഷ്യന്റെ അകത്ത് പിശാച് റോങ് ആയിട്ട് എഴുതിയത്. और उस व्यवस्था को शैतान ने मनुष्य के हृदय में गलत रूप में लिख दिया. മനസ്സിലാകുന്നുണ്ടോ? ഇത് വലിയതാണ്, ഞാൻ ആ ഭാഗം തൊടുന്നില്ല. बड़ा विषय अभी नहीं छूऊंगा उसे, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, पर एक बात समझ जाइए. കാൽവറി വന്നപ്പോ जब कलवरी पर आए, പിശാച് തുറന്നു വെച്ച പുസ്തകം ഏതാണെന്നറിയോ? शैतान ने खोलकर रखा हुआ पुस्तक कौन सा है पता है? മനുഷ്യൻ തെറ്റിച്ച ന്യായപ്രമാണം മൊത്തം കൂടെ തുറന്നു വെച്ചു. मनुष्य ने जिस भी न्याय व्यवस्था का उल्लंघन किया, उस पुस्तक को उसने खोल कर रखा. ന്യായപ്രമാണം തെറ്റിച്ചപ്പോഴാണ് നീ പാപിയായി. जब न्याय व्यवस्था का आपने उल्लंघन किया, तभी आप पापी बन गए. ന്യായപ്രമാണം തെറ്റിച്ചപ്പോഴാണ് നീ മരണത്തിന് അടിമയായത്. जब आप न्याय व्यवस्था का उल्लंघन किया, तभी आप उस पाप के अधीन में आ गए. നീ തെറ്റിച്ച മുഴുവൻ ന്യായപ്രമാണവും പുസ്തകത്തിലാക്കി. आपने जिस भी न्याय व्यवस्था का उल्लंघन किया, उसने सब उसके पुस्तक में लिख कर रखा. ഇതും കൊണ്ടാണ് മാനവകുലത്തെ കൊണ്ട് എടുത്തോണ്ട് പിശാച് ചെല്ലുന്ന ദൈവത്തിനടുക്കൽ. और शैतान इस पुस्तक को लेकर परमेश्वर के पास जाता है मानव जाति का विरोध करने के लिए. ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് ദൈവം പറഞ്ഞു ഏതൊക്കെ ന്യായപ്രമാണം നീ തെറ്റിച്ചു. और उस पुस्तक में यह लिखा है कि तुमने परमेश्वर के कौन कौन से न्याय व्यवस्थाओं का उल्लंघन किया. ഇനി നിങ്ങൾ ആ വാക്യം അതിക്രമങ്ങളാൽ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച, അതിക്രമങ്ങൾ ക്ഷമിച്ച എങ്ങനെ? उसने हमारे अपराधों को कैसे क्षमा किया? യെശയ്യാവ് അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, അങ്ങനെയാന്ന് വാക്യം. यशायाह नबी के पुस्तक में हमारे अपराधों के लिए उसने चोट खाई. അങ്ങനെയാന്ന് വാക്യം. അതൊന്നും എടുത്താ മോനെ. ആ यशायाह नबी का पुस्तक നിമിത്തം മുറിവേറ്റു, 53 अध्याय उसका 5वां आयत, परंतु वो हमारे ही अपराधों के कारण घायल किया गया. ആമേൻ. ഇനി മറ്റേ വാക്യം എടുക്കാം. अभी हम कोलोसियों की पत्री के उस वचन की ओर जाएंगे. അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ചത്. हमारे सारे अपराधों को क्षमा कर. അപ്പൊ നമ്മളോട് അതിക്രമങ്ങൾ ക്ഷമിച്ച എങ്ങനെ? हमारे अपराधों को कैसे क्षमा किया? അവന്റെ മുറിവിനാൽ. उसके घायल होने के ആ द्वारा. മുറിവിൽ പുറത്തു വന്ന എന്താ? उस घायलपन में कौन बाहर आया? എന്തോ വന്ന് क्या അവന്റെ बाहर आया? മുറിവിലൂടെ उसके हाँ। घायलपन से कौन बाहर എന്താ आया? വന്ന്? कौन आया? രക്തം. उसके लहू. അപ്പം നമുക്കെതിരെ അപരാധം അല്ലെങ്കിൽ നമുക്കെതിരെ എഴുതിയ കൈയെഴുത്ത് മായ്ച്ചത് എന്തു വെച്ചാ? तो हमारे खिलाफ लिखे गए लिखाव को कैसे उसने मिटा दिया? നമ്മുടെ ന്യായപ്രമാണ പുസ്തകം മുഴുവൻ കറപ്റ്റഡാ. हमारा न्याय व्यवस्था का पूरा पुस्तक मिलावट भरा നമുക്ക് है. തന്ന പുസ്തകം ജീവന്റെ പുസ്തകം. हमको जो पुस्तक दिया था वो जीवन का നമ്മൾ पुस्तक था. അതിനകത്ത് എഴുതി അതിനെ മരണപുസ്തകമാക്കി. हमने उसमें लिखकर उसे मृत्यु का पुस्तक बना दिया. അതാരാ അതിന് കാരണം? उसका कारण कौन है? കാരണം പിശാചാ. उसका कारण ആ शैतान. മരണത്തെ രക്തം കൊണ്ടങ്ങ് മായ്ച്ചു. उस मिलावट को उस लहू से प्रभु ने मिटा അപ്പൊ दिया. പിടികിട്ടിയോ? क्या हम समझ पाए? യേശുവിന്റെ രക്തം यीशु का लहू നിന്റെ ചരിത്രത്തെ മായ്ച്ചു. तुम्हारे इतिहास को मिटा दिया. യേശുവിന്റെ രക്തം यीशु के लहू ने ന്യായപ്രമാണത്തിലൂടെ എഴുതിയ മരണത്തെ മായ്ച്ചു. न्याय व्यवस्था के द्वारा लिखे गए मृत्यु को मिटा दिया. പിശാച് ന്യായപ്രമാണം വെച്ച് നിന്റെ മേൽ എഴുതിയ ശാപത്തിന്റെ ആ ചരിത്രത്തെ ആ രക്തം അങ്ങ് മായ്ച്ചു. शैतान ने न्याय व्यवस्था के आधार पर जो भी श्राप को तेरे लिए लिखा था, यीशु ने अपने लहू से उसे मिटा दिया. നിന്റെ മരണം കൊണ്ട് തീരുന്നല്ല ശാപം. श्राप तेरे मृत्यु में समाप्त അടുത്ത नहीं होगा. തലമുറയ്ക്കൂടുള്ളത് അവിടെ എഴുതി വെച്ച്. अगले पीढ़ी के लिए भी वहां लिखा गया था. നീ ചെയ്ത പാപത്തെ तूने जिस पाप को किया നിന്നിൽ തീർക്കാതെ तुझ में खत्म ना हो जाए, തലമുറയിലൂടെ കൈമാറത്തക്ക നിലയിൽ तेरे अगले पीढ़ी में भी वो जा पाए. ശാപമായി എഴുതി വെച്ചതല്ല. जो भी श्राप के रूप में लिखा गया था. മരണം മാത്രല്ല ശാപം കൂടെ.
इसलिए कहा गया सिर्फ मृत्यु नहीं पर श्राप को भी मिटा രക്തം दिया, കൊണ്ട് മായ്ച്ചു. लहू से मिटा दिया। എന്നിട്ട് കാലി പേപ്പർ, കാലി ചരിത്രം കാൽവറിയിൽ आमीन। और उस खाली पेपर को, पत्र को, खाली इतिहास को क्रूस पर किला पर लगा दिया ആത്മാവ് അവിടെ മുതൽ എഴുതാൻ തുടങ്ങി. और आत्मा वहां से लिखना शुरुआत किया। ആത്മാവ് പുതിയ അധ്യായം എഴുതാൻ തുടങ്ങി. आत्मा ने नए अध्याय को शुरुआत किया। അധ്യായത്തിലാ നീ ഇപ്പൊ ഇരിക്കുന്നത്. आप अभी उस अध्याय में हो, അധ്യായത്തിലാ നീ ഇപ്പൊ ഇരിക്കുന്നത്. आप अभी उस अध्याय में हो, അധ്യായത്തിൽ നിനക്ക് പ്രവചനമുണ്ട്, उस अध्याय में आपके पास नबूवत നിനക്ക് है, രോഗശാന്തിയുണ്ട്, आपके रोग की चंगाई है, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, आपकी आजादी है, നിനക്ക് കൃപയുണ്ട്, आपके लिए कृपा നിനക്ക് है, ബലമുണ്ട്, आपके लिए बल നിനക്ക് है, അഭിഷേകമുണ്ട്, आपके लिए अभिषेक, അധികാരമുണ്ട്. आपके लिए अधिकार है। थैंक यू जीसस। പുതിയ അധ്യായം എഴുതുക. नया अध्याय लिख रहा है। ആരാ എഴുതുന്നത്? कौन लिख रहा है? പിശാചിന്റെ സ്ഥാനത്ത് ഇപ്പൊ പരിശുദ്ധാത്മാവ്. शैतान के स्थान पर पवित्र आत्मा लिख रहा പഴയ है। പേപ്പർ കാൽവറിയിൽ, पुराना पेपर कलवरी पर, പുതിയ പേപ്പറാ अभी नया पेपर है, സ്വർഗത്തിൽ നിന്നിറങ്ങിയ स्वर्ग से उतरा हुआ, വചനത്താൽ നിബിഡമായ, जो वचन से भरपूरी में है, വചനത്തിന്റെ ആധാരത്തിൽ जो वचन के आधार पर നിന്റെ है, ഭാവി അവൻ എഴുതുക. वो तेरे भविष्य को लिख रहा है, നിന്റെ ഇന്ന് അവൻ എഴുതുക. वो तेरे आज को लिख रहा നിന്റെ है, നാളെ അവൻ वो എഴുതുക. तेरे कल को लिख रहा है। आमीन। अमर्थों से तेरे में മാഞ്ഞുകൊണ്ടിരിക്കുന്നത് अभी जो वहां पर मिटाया जा रहा है, ഇന്ന് അവൻ എഴുതുമ്പോ वो जब आपका आज लिख रहा है, കള്ളങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. सारे झूठ टूट रहे हैं। ഇന്നലത്തെ പേപ്പർ കണ്ടിട്ട് कल के पेपर देखकर മനുഷ്യരെ കൊണ്ട് मनुष्य से പിശാച് പറയിപ്പിക്കുന്ന കള്ളങ്ങൾ शैतान जो भी झूठ को बुलवा रहा നാം है, ഇന്നത്തെ പുതുക്കം കൊണ്ട് തിരുത്തുകയാണ്. पवित्र आत्मा आज के नएपन से उसको मिटा रहा है। ഇന്നലത്തെ കള്ളങ്ങൾ നിനക്ക് വിശ്വസിക്കാനുള്ളതല്ല, कल के झूठ आपको विश्वास करने के ഇന്നത്തെ लिए नहीं है। സത്യങ്ങൾ നിനക്ക് വിശ്വസിക്കാനുള്ളത്. आज के सत्य को तुम्हें विश्वास करना है। आमीन। थैंक यू जीसस। ओले बेर्थिना रिगस मनाते। थैंक यू होली स्पिरिट। എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे हैं? നിന്റെ കുടുംബക്കാര് പറഞ്ഞത്, तुम्हारे परिवार के लोगों ने कहा, സമൂഹം പറയുന്നത്, समूह कहता है, ക്ലോസ് ചെയ്ത ചാപ്റ്റർ ये एक समाप्त किया हुआ अध्याय है। അതിനകത്തുനിന്ന് ചകഞ്ഞു പറക്കിയ പറയുന്നത് उसके अंदर से वो जो है खोज खोज कर निकाल कर कहते हैं। എന്ന് പറഞ്ഞാൽ യഹൂദൻ ഇപ്പോഴും യേശു വന്നിട്ടില്ലെന്നാ പറയുന്നത്. यहूदी अभी भी कहता है कि यीशु आया नहीं है। അല്ലേ? या അത് സത്യമാണ്. क्या वो सच्चाई है? ആന്നോ? नहीं, പറ. नहीं। അല്ല, പക്ഷെ അവരെന്തോ വിശ്വസിക്കുന്നു, पर वो क्या विश्वास करते हैं अभी भी? यीशु नहीं, വന്നിട്ടില്ല. यीशु आया नहीं अभी तक। ഇതാണ് നിനക്കെതിരെ നിന്റെ കുടുംബം പറയുന്നത്. यही तुम्हारा परिवार तुम्हारे खिलाफ भी कहता है। അവർക്കറിയത്തില്ല സത്യം. वो सच्चाई को नहीं जानते हैं, നിന്റെ സത്യം ദൈവം എഴുതി കഴിഞ്ഞു. क्योंकि परमेश्वर ने तुम्हारे सच्चाई को लिख दिया। അവർക്കറിയത്തില്ല ഈ ദൈവത്തെ. वो नहीं जानते इस परमेश्वर को। നിന്റെ വീട്ടുകാർ പറഞ്ഞിട്ടല്ലല്ലോ രക്ഷ നിനക്ക് കിട്ടിയേ. तुम्हारे घर वालों के कहने से नहीं आपको उद्धार हाँ, मिला। हाँ, ആരുടെയെല്ലാം റെക്കമെൻഡേഷൻ ആണോ നിന്റെ രക്ഷയ്ക്ക് കാരണം? क्या किसी ने रेकमेंड किया इसके लिए आपको उद्धार प्राप्त हुआ? അല്ല, नहीं, നീയും ദൈവവും തമ്മിലുള്ള ബന്ധം. पर आपका और परमेश्वर के रिश्ता है उसका തേർഡ് आधार। പാർട്ടിക്ക് അറിയത്തില്ല. एक तीसरा व्यक्ति उसे नहीं जानता। അത് ആത്മാവുള്ളവനെ അറിയത്തുള്ളൂ. जिसके अंदर आत्मा है वही അത് जानता है। സഭയ്ക്കേ അറിയത്തുള്ളൂ. सिर्फ कलीसिया वो जानता है, അത് ജഡീകൻ അറിയത്തില്ല. वो इस दुनिया के आलोक के അത് लोग नहीं जानते, ലോക മനുഷ്യൻ അത് वो അറിയത്തില്ല. इस दुनियादारी के लोग नहीं जानते, പഴയത് പറഞ്ഞുകൊണ്ടിരിക്കും. वो पुराने बातों को कहते रहता അത് है। കഴിഞ്ഞതാ.
वो बीत അത് गया, ക്ലോസ്ഡ് ചാപ്റ്റർ. वो समाप्त अध्याय है। പുതിയത് ആത്മാവ് എഴുതിയേക്കുന്നത്. नया आत्मा ने लिखा അത് है। യഹോവയുടെ പ്രവാചകൻ പറയും. वो यहोवा के नबी ने അത് कहा, യഹോവയുടെ ആത്മാവുള്ളവൻ പറയും. वो यहोवा की आत्मा से भरा हुआ कहता है, അഭിഷേകമുള്ളവൻ പറയും. अभिषेक से भरा हुआ അവൻ कहेगा। നിന്നെ നോക്കിട്ട് പറയും, वो तुझे देखकर कहेगा നീ അനുഗ്രഹിക്കപ്പെടും. तू आशीषित होगा। അവൻ നിന്നെ നോക്കി वो പറയും, तुझे देखकर कहेगा പ്രവചിക്കൂ. तू नबूवत करेगा। നിന്നെ നോക്കി പറയും, वो तुझे देखकर നീ कहेगा കീഴടക്കും. तू कब्जा करेगा। നിന്നെ നോക്കി वो പറയും, तुझे देखकर നിന്റെ कहेगा തല ഉയരും. तेरा सिर ऊंचा उठाया അവൻ നിന്നെ जाएगा। നോക്കി वो പറയും, तुझे देखकर നീ कहेगा ആരോഗ്യമുള്ളവനാവും. तू आरोग्यवान बनेगा। അതിന്റെ കാരണം എന്താ? उसका कारण क्या है? അവന് പഴയത് കാണാൻ പറ്റത്തില്ല. वो पुराना नहीं देख सकता। അവനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്നേ കാണാൻ പറ്റൂ. हाँ, वो जो अभी नया लिखा जा रहा है वही देखता है वो। എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग समझ पा रहे हैं इसे? ഒന്നുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. और एक बार कहकर मैं समाप्त करना चाहूंगा। ആത്മാവില്ലാത്ത നിന്റെ കുടുംബക്കാർക്ക്, आपके परिवार के लोग जिनके अंदर वो आत्मा नहीं है, ആത്മാവില്ലാത്ത നിന്റെ ഓഫീസിന്, आपके ऑफिस के लोगों के अंदर जिसके अंदर पवित्र आत्मा नहीं है, ആത്മാവില്ലാത്ത നിന്റെ സൊസൈറ്റി, आपके समूह में जिनके पास वो पवित्र आत्मा नहीं है, ഇന്നെന്താ നടക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. आज क्या होगा या हो रहा है वो नहीं कह सकते। കാരണം നിന്റെ ഇന്ന് എഴുതുന്നത് പരിശുദ്ധാത്മാവാ. क्योंकि आपका आज के बारे में पवित्र आत्मा लिख रहा है। അവൻ ഇന്ന് എഴുതുന്നത് മനസ്സിലാകണമെങ്കിൽ आज वो जो लिख रहा है अगर उसे समझना है, ഇന്നിന്റെ ആത്മാവിൽ അവർ വരണം. वो आज के आत्मा पे पहुंच जाए। നീ ഇന്നിന്റെ ആത്മാവിൽ വന്നില്ലെങ്കിൽ, अगर आज की आत्मा के स्तर में आप नहीं നീ पहुंचेंगे, പുതുക്കപ്പെട്ടില്ലെങ്കിൽ, अगर आप नएपन में नहीं आएंगे, ചർച്ചിലായിരിക്കും ഇരിക്കുന്നത്. आप कलीसिया में बैठते നീയും होंगे പഴയത് പറയും. पर आप भी पुराने बातों को कहोगे। ഇന്നത്തേത് പറയണമെങ്കിൽ अगर आपको आज की बातें कहनी है, ഇന്നത്തെ ആത്മാവ് വേണം. आज की आत्मा के स्तर में पहुंचना है, ഇന്നത്തേത് പ്രഖ്യാപിക്കണം. आज का अगर ऐलान करना है, ഇന്നത്തെ നിറവ് നിനക്ക് വേണം. आज की भरपूरी आपके अंदर जरूरी है। അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കാൻ हम പോകുന്നത്. उसके लिए प्रार्थना करने वाले हैं। ഇന്നലത്തെ ആ നിറവ് എനിക്ക് പോരാ. हाँ, कल का भरपूरी मुझे काफी नहीं, ഇന്നിന്റെ നിറവ് എനിക്ക് വേണം. मुझे आज की भरपूरी चाहिए। ഇന്ന് എഴുതുന്നത് എനിക്കറിയണം. क्योंकि आज जो लिखा जा रहा है वो मुझे എന്നെ जानना കുറിച്ച്, है, मेरे बारे में, എന്റെ കുടുംബത്തെ കുറിച്ച്, मेरे परिवार के बारे എന്റെ में, സഭയെ കുറിച്ച്, मेरे कलीसिया के बारे में, കൂട്ടുവിശ്വാസി मेरे साथी विश्वासी के बारे में। पवित्र आत्मा ഇപ്പോൾ എന്തെഴുതുന്നു अभी क्या लिख रहा है എനിക്കറിയാം. वो मुझे जानने के लिए ഇന്നത്തെ നിറവ് എനിക്ക് വേണം. मुझे आज की भरपूरी എത്ര चाहिए। പേര് ഇത് പ്രാർത്ഥിക്കും? कितने लोग ये प्रार्थना करेंगे? പ്രാർത്ഥിക്കുന്നവർക്ക് എഴുന്നേറ്റേക്ക്. जो भी प्रार्थना करना चाहते हैं वो खड़े हो जाए। വെറുതെ നിൽക്കല്ലേ. ऐसे ही नहीं खड़े रहना, നിങ്ങൾ ആത്മാവിനോട് ചോദിക്കും. आप पवित्र आत्मा से पूछिए। ആ നിറവ് നിനക്കാണ് വേണ്ടത്. उस भरपूरी की जरूरत आपको है। ദൈവാത്മാവ് എന്താണ് ഇന്ന് എന്നെ കുറിച്ച് എഴുതുന്നത്? पवित्र आत्मा आज मेरे बारे में क्या लिख रहा है? നിന്നെ കുറിച്ച് എഴുതിയത്, ഇന്നലകളിൽ എഴുതിയത് കാൽവറിയിൽ അവൻ തൂക്കി. कल तक जो भी आपके बारे में लिखा था कलवरी पर उसने किले पर गाड़ दिया। നുഴഞ്ഞുകയറ്റക്കാരൻ വന്ന് എഴുതിയതല്ല. जो भी वो घुसपैठ करने वाले व्यक्ति ने लिखा वो सब कुछ, കള്ളൻ വന്ന് എഴുതിയതല്ല. झूठे व्यक्ति ने जो भी लिखा वो सब कुछ, കള്ളന്റെ മുഴുവൻ സംവിധാനങ്ങളെ എഴുതിയതല്ല. उस झूठे व्यक्ति के संविधान ने जो भी लिखा था കാൽവറിയിൽ അവൻ തൂക്കി. कलवरी पर उसने किले पर जकड़ दिया। നീ ഇപ്പൊ ശൂന്യനായെന്നല്ല. हो, उसका अर्थ अभी आप शून्य हो गए ऐसा नहीं। ആ സ്ഥാനത്ത് എഴുതാൻ ഒരുവനുണ്ട്. उस स्थान में लिखने के लिए एक व्यक्ति അവന്റെ है, പേരാ ദൈവത്തിന്റെ ആത്മാവ്. उसका नाम है परमेश्वर की അവൻ आत्मा। എഴുതിക്കൊണ്ടിരിക്കുക. वो आपके बारे में लिख रहा है പുതിയ ചരിത്രം, नया इतिहास, പുതിയ ഹിസ്റ്ററി, आपका एक नया इतिहास, പുതിയ ഹിസ്റ്ററി. एक नया इतिहास। ആവർത്തിക്കാൻ ദൈവം പറയും. परमेश्वर उस शब्द को दोहराने के लिए कह रहा, नया इतिहास, പുതിയ ഹിസ്റ്ററി. नया इतिहास। ഇനി ഒരു കാലഘട്ടമാക്കാൻ, आपको एक जमाना बनाने के लिए, ജനറേഷൻ आपको एक पीढ़ी बनाने के लिए, ഒരു അപ്പനാക്കാൻ, आपको एक पिता
पिता बनाने के लिए, ഒരു അമ്മയാക്കാം, आपको एक माँ बनाने के लिए, ഇനി അടുത്ത തലമുറയുടെ പ്രതീക്ഷയാക്കാം. आपको अगले पीढ़ी की आशा बनाने ആത്മാവ് के എഴുതി लिए തുടങ്ങി. पवित्र आत्मा लिखकर शुरुआत നീ करता है। അറിയേണ്ടതിന് वो तुम जान पाए, ആത്മനിറവ് നിനക്ക് ആവശ്യമാണ്. आपको उस आत्मा की അത് भरपूरी ദൈവത്തോട് जरूरत है। ചോദിച്ചാട്ട് वो परमेश्वर से आप मांगिए। എന്നെ കുറിച്ച് मेरे बारे में എനിക്കറിയണം. मुझे जानना है, അതുകൊണ്ട് ആത്മാവ് വേണം. मुझे उसलिए आत्मा की जरूरत है। इस शब्द को प्रार्थना में ദൈവം करें, എന്നെ കുറിച്ച് परमेश्वर मेरे बारे में എന്തെഴുതിയോ जो लिखा है എനിക്കതറിയണം. मुझे वो जानना है, എനിക്ക് ആത്മാവ് വേണം. उसीलिए मुझे पवित्र आत्मा की जरूरत है। हाँ, പ്രാർത്ഥിച്ചോട്ടെ. നിങ്ങളുടെ വായി നീ വാക്ക് വരണം പുറത്ത്. आपके मुंह से इस शब्द को बाहर आना। എന്റെ ദൈവം मेरे എന്നെ परमेश्वर കുറിച്ച് എഴുതുന്നത് मेरे बारे में जो लिख रहा എനിക്ക് है, അറിയാൻ मुझे जानने के लिए നിന്റെ ആത്മാവ് എനിക്ക് വേണം. मुझे आपकी आत्मा की जरूरत है प्रभु। നിന്റെ ആത്മാവ്, आज की आत्मा, ഈ പുതുക്കിയ ആത്മാവ്. नएपन की ये आत्मा, आत्मा की ഞാൻ जरूरत। കള്ളങ്ങൾ വിശ്വസിക്കാനുള്ള ആളല്ല. झूठों पर विश्वास करने के लिए बुलाया गया है, नहीं हूं मैं। ഹിസ്റ്ററി വിശ്വസിക്കാനുള്ള ആളല്ല. पुराने इतिहासों पर मुझे विश्वास करने के लिए नहीं बुलाया गया है। ക്ലോസ് ആയ ഹിസ്റ്ററി പിന്നെയും ചെയ്യാനുള്ള ആളല്ല ഞാൻ. समाप्त हुई इतिहास को फिर से शुरुआत करने के लिए नहीं बुलाया गया ഇന്നൊരു है। അധ്യായം എഴുതുന്നുണ്ട്. आज एक अध्याय लिखा जा रहा है। ഇന്ന് ആത്മാവ് ഒരു അധ്യായം എഴുതുന്നുണ്ട്. आत्मा आज एक अध्याय लिख रहा ദൈവം है। ഇന്നൊരു ചാപ്റ്റർ എഴുതുന്നുണ്ട്. परमेश्वर आज एक अध्याय लिख എനിക്കത് रहा है। വായിക്കണം. मुझे वो पढ़ना है, എനിക്കത് വായിക്കണം. मुझे वो पढ़ना है, എനിക്കത് അറിയണം. मुझे वो जानना है। ആത്മാവ് എന്നെ സഹായിച്ചാട്ടെ. आत्मा मुझे मदद करना। ഞങ്ങൾ അറിയാത്ത വൻ കാര്യങ്ങൾ ഞങ്ങളെക്കുറിച്ച് നീ എഴുതുന്നുണ്ടല്ലോ. हम जिस आपके सामर्थ्य कार्यों के अनजान हैं, उन कार्यों को आप हमारे लिए लिख रहे हो। ഞാൻ ആത്മാവിൽ ഇത് കണ്ടുകൊണ്ടാ പറയുന്നത്. आत्मा में ये देखते हुए मैं ये कह रहा हूं, വൻ കാര്യങ്ങൾ, श्रेष्ठ कार्यों को, ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങളെക്കുറിച്ച് നീ എഴുതുന്നുണ്ടല്ലോ. हम भी विश्वास नहीं कर सकते ऐसे बातों को आप हमारे लिए लिख रहे हो। കുടുംബക്കാർ ഞെട്ടുന്ന, परिवार के लोग आश्चर्यचकित हो जाए, ഞങ്ങളുടെ സമൂഹം അതിശയിക്കുന്ന, हमारे समूह जो है अतिशय हो जाए, ഞങ്ങളുടെ ഓഫീസുകൾ ആശ്ചര്യം കൂറുന്ന हमारे ऑफिस के लोग आश्चर्यचकित हो जाए। കാര്യങ്ങൾ ഞങ്ങളെക്കുറിച്ച് അങ്ങ് എഴുതുന്നുണ്ടല്ലോ. उन कार्यों को आप हमारे लिख रहे हो, इसके लिए धन्यवाद। അത് കാണാൻ वो देखने के लिए ആത്മാവിനെ ഞങ്ങൾക്ക് തന്നാട്ട്. वो आत्मा हमको देना प्रभु, അതിനെ വായിക്കാൻ वो पढ़ने के लिए ആത്മാവിനെ ഞങ്ങൾക്ക് തന്നാട്ട്. वो आत्मा हमको देना प्रभु। അട്ടക്കത്തന പ്രൗഢം. ഞങ്ങളുടെ അസ്ഥികൾ വ്യാപരിക്കാൻ പോകുന്ന ബലം, हमारे हड्डियों पर जो कार्य करने वाला वो सामर्थ, ഞങ്ങളുടെ നാവിൽ വ്യാപരിക്കാൻ പോകുന്ന ജ്ഞാനം, हमारे जुबान में कार्य करने वाला वो ഞങ്ങളുടെ ज्ञान, കണ്ണിൽ വ്യാപരിക്കുന്ന തിളക്കം, हमारे आंखों से आने वाली वो प्रकाश, ഞങ്ങളുടെ കാതിൽ വെളിപ്പെടുന്ന ശബ്ദം, हमारे कानों में आने वाली वो ഇതെല്ലാം आवाज, പുതിയതല്ലേ. ये सब नया है। ഇത് കാണാൻ, वो देखने के ഇത് लिए, കേൾക്കാൻ, वो सुनने के ഇത് लिए, രുചിക്കാൻ वो चखने के लिए, ആത്മാവിനെ आत्मा को അട്ടകത്തന പ്രൗഢ ശിഖതല ഹട്ടക സാന്തര. ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ. अभी चंगाई हो जाए, ഇപ്പോൾ സൗഖ്യം अभी നടക്കട്ടെ. चंगाइया हो जाए, ഇപ്പോൾ സൗഖ്യങ്ങൾ चंगाइया हो जाए। സാന്തര അസഖതുന പ്രൗഢ അർദ്ധന ദിയാല ഹടക സാന്തര വൈഡബന ഹതര ഘടക സാന്തര അർദ്ധന ദിയാന. ബുദ്ധി പുതുക്കപ്പെടട്ടെ. अभी बुद्धि ज्ञान नया बना जाए, ചിന്താമണ്ഡലം പുതുക്കപ്പെടട്ടെ. सोच की तरीका नया बना जाए, അതിനകത്ത് പഴയത് ഡിലീറ്റ് ആകട്ടെ. पुरानी बातें मिट जाए, കേട്ടത് ഡിലീറ്റ് ആകട്ടെ. जो सुना वो मिट जाए, വേദനിപ്പിച്ചത് ഡിലീറ്റ് ആകട്ടെ. दर्द दिया वो मिट जाए। ഇപ്പോൾ കർത്താവ് എഴുതുന്നത് अभी जो परमेश्वर लिख रहा അത് है റിവീൽ ആകട്ടെ. वो प्रकट हो जाए।
आशा धरा दिया, आशा धरा दिया, धरा दिया. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു കർത്താവേ. इन बच्चों को मैं आशीषित करता हूँ, ഇവർ നിന്നെ കാണട്ടെ, ये आपको देख पाए, നീ എഴുതുന്നത് കാണട്ടെ. जो आप लिख रहे हो वो അവരെ देख पाए. കുറിച്ച് ദൈവം എന്തെഴുതിയോ, उनके बारे में प्रभु आपने जो लिखा है, എന്തെഴുതിക്കൊണ്ടിരിക്കുന്നു, जो आप लिखते रह रहे हो, അതവർ കാണട്ടെ. वो उसे देख पाए. പ്രാർത്ഥന കേട്ടതിന് നന്ദി. प्रार्थना सुना इसके लिए धन्यवाद. മഹത്വം അങ്ങേക്ക് महिमा आपको യേശുവിൻ നാമത്തിൽ. यीशु मसीह के नाम में पूछते हैं. आमेन, 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 आमेन. आमेन. ആമേൻ.